നമസ്കാരം. മാസ്മരിക എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡിജിറ്റൽ പെയിൻറ്റിംഗ് ആണ്. ഫോട്ടോഷോപ്പിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. കാണുമ്പോൾ ഒരുപാട് പ്രയാസമുള്ളതും എന്നാൽ വളരെ ലളിതമായ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതുമായ ഒന്നാണ് ഡിജിറ്റൽ പെയിൻറ്റിങ്. പലരും പല ടൂൾ ഉപയോഗിച്ച്, അതായത് സ്മഡ്ജിങ് ഒക്കെ ഉപയോഗിച്ചാണ് ഒറിജിനൽ ഫോട്ടോൻ്റെ മുകളിൽ എഫക്റ്റ് പെയിൻറ്റിങ് ചെയ്യുന്നത്. സ്മഡ്ജ് ടൂൾ ഉപയോഗിച്ച് ഒറിജിനൽ ഫോട്ടോൻ്റെ മുകളിൽ വാഷ് ചെയ്താണ് ഡിജിറ്റൽ പെയിൻറ്റിങ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഞാൻ നേരിട്ട് തന്നെ പെയിൻറ്റിങ് ചെയ്യാനാണ് പോകുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ വാക്വം പാഡോ അതുപോലെ ടാബ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ മൗസ് ഉപയോഗിച്ചാണ് ഞാൻ ഈ പെയിൻറ്റിങ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നൊരു ഡിജിറ്റൽ പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഒരു പോർട്രേറ്റ്. അതായത് അല്ലു അർജുൻ്റെ ഒരു പോർട്രേറ്റ് നമുക്ക് ചെയ്യാം. ഇപ്പോൾ എന്താ പറയുക, ഒരു അടിപൊളി സിനിമ ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, പുഷ്പ. അപ്പോൾ അതിലെ പുഷ്പയെ തന്നെ നമുക്കിന്ന് വരാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്ക് വരയ്ക്കാനുള്ള അല്ലു അർജുൻ്റെ സ്കെച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ സ്കെച്ച് റെഡിയാക്കാം അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തീർച്ചയായും പറയാം. അല്ലു അർജുൻ്റെ ചിത്രമാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം സ്കെച്ച് റെഡിയാക്കി അതിന് ശേഷം നമുക്ക് അവിടെ ആ ഫേസിലൊരു കളറ്, ഇതൊരു ഓയിൽ പെയിൻറ്റിങ് മെത്തേഡ് രീതിയാണ് ശരിക്കും. ഇത് ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് ചെയ്യുക എന്നുള്ളൊരു മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഔട്ട്ലൈൻ്റെ ലെയറൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ കറക്റ്റ് പേരിടാൻ മറന്നു പോകരുത്. ലെയർ മാറി പെയിൻറ്റ് ചെയ്താൽ പിന്നെ ഒരുപാട് ചെയ്താൽ തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. അപ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, നമുക്ക് ചെയ്തു തുടങ്ങാം. ബ്രഷിൻ്റെ സെറ്റിങ്സ് ഇവിടെ ഷേപ്പ് ഡൈനാമിക് ഉണ്ട്, അതിൽ കൺട്രോളൊന്ന് ഫേഡ് ചെയ്യണം. ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ എൻ്റെ ഫ്ലോ, ഇതൊക്കെ ഞാൻ വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെയ്യുന്ന നിങ്ങളൊന്ന് കണ്ടു നോക്കുക.
పుష్ప అంటే ఫ్లవర్ అనుకుంటువా? ఫైర్. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മൗസ് കൊണ്ട് വരച്ചതുകൊണ്ടുള്ള ചെറിയൊരു പോരായ്മയുണ്ട്, അതെന്തായാലും ഇനി നികത്തുന്നതായിരിക്കും. അതുപോലെ ഈ ഡിജിറ്റൽ പെയിൻറ്റിങ് മാത്രമല്ലാതെ ഓയിൽ പെയിൻറ്റിങ്ങും വാട്ടർ കളറ്, അക്രിലിക് അങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ രംഗത്തേക്ക് കടന്നു വരുന്ന പുതിയ വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കും എൻ്റെ ഭാഗത്തുനിന്നുള്ള അറിവുകൾ തീർച്ചയായും ഈ ചാനലിൽ കൂടി ഞാൻ നിങ്ങൾക്ക് പകർന്നു തരും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്, ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യൂ.